ഇറച്ചിച്ചോറ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിവിടെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ടാണ്. 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ മുറിക്കുക. ഞാൻ കറിയുടെ ലെവലിലാണ് മുറിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളി. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 6 എണ്ണം എടുത്തത്. ഇതുണ്ടല്ലോ ഇത്രയും വലുപ്പമുണ്ട്. അല്ലെങ്കിൽ ഒരു 10-12 എണ്ണം എടുക്കണം ചെറുതാണെങ്കിൽ. 2 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകാണ്. ഇത് നമുക്ക് ഇനി കൊണ്ടുപോയി നന്നായിട്ട് ചതച്ച് കൊണ്ടുവരാം. ഇത് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു കുക്കറിലാണ്. 5 ലിറ്റർ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്കിനി ചട്ടിയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ കുനുകുന അരിഞ്ഞ ഒരു മീഡിയം സൈസിലെ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇടാം. ഉള്ളി ഒന്ന് വാടി നല്ല ബ്രൗൺ കളറായി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ, അതുവരെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഞാനിവിടെ ഒരു മീഡിയം സൈസിൽ തക്കാളിയാണ് അരിഞ്ഞിട്ടത്, അതിട്ട് കൊടുക്കാം. അതൊന്ന് വെന്ത് വരട്ടെ തക്കാളി. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. മസാല ഇടുമ്പോൾ തീ കുറച്ച് വെക്കാവേ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവുക. ഇപ്പം നമ്മുടെ മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പം ഇറച്ചിയൊക്കെ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. എല്ലാ മസാലകളും ഇറച്ചി ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇനി നമുക്കിത് 7 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഫസ്റ്റിൽ വരുന്ന വിസിൽ വരെ നല്ല കത്തിച്ചു കൊടുക്കുക. 2ാമത്തെ വിസിൽ മുതൽ ചെറിയ തീയിൽ കത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരി റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരി എടുത്ത് കഴുകി വൃത്തിയാക്കി 1/2 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൈമ ജീരകസാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഇറച്ചിച്ചോറ് നല്ലത്. ഇത് വെച്ചാൽ നല്ല രസം ഉണ്ടാവും ഇറച്ചിച്ചോറ്. അങ്ങനെ നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ ഇറച്ചിയുടെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ഇതാ തുറന്ന് ഇത് കണ്ടില്ലേ, നല്ല മസാലയോടുള്ള ഇറച്ചി കണ്ട. ഇനി നമുക്ക് ഈ ഇറച്ചി കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പം 3 കപ്പ് വെള്ളം 2 കപ്പ് അരിക്ക്. ഞങ്ങൾ ഇവിടെ 1/2 കപ്പ് മസാല കിട്ടിയിട്ടുണ്ട്. ആ 1/2 കപ്പ് കുറച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ആദ്യം നമുക്ക് കിട്ടിയ 1/2 കപ്പ് മസാല ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1, അങ്ങനെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ.
ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലിനി 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിർത്തി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കോരി വെച്ച ഇറച്ചിയും കൂടി ഇതിലിട്ട് കൊടുക്കാം. 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഇട്ടില്ലേ മല്ലിയില, അതും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെയാണ് ഈ ഇറച്ചിയുടെ ടേസ്റ്റ് നമുക്ക് തരുന്നത് കേട്ടോ. ഇനി നമുക്കത് മൂടി വെക്കാം. ഇനി ഇത് 1 വിസിൽ വരുന്നവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം. 1 വിസിൽ വന്നിട്ട് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ ചോറിന്ന് 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നോട്ടെ, എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചോറ് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. വാ, നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇത് നമുക്ക് പാത്രത്തിൽ ഒത്താം. ഇത് തുറക്കുമ്പോൾ അതിൻ്റെ ഏറ് പോയിട്ടില്ലെങ്കിലും 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഏറ് കളഞ്ഞിട്ട് തുറക്കാം കേട്ടോ. നമുക്ക് ഈ പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. അതിന് നമ്മുടെ ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇറച്ചിയും ചോറും മസാലയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇറച്ചി ചോറ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.